തൃപ്പൂണിത്തുറ നഗരസഭയിലെ തിരുവാങ്കുളത്ത് BJP സ്ഥാനാർത്ഥികളായി മത്സരിക്കുകയാണ് നടൻ തിലകന്റെ മകൻ ഷിബു തിലകനും ഭാര്യ ലേഖ ആർ നായരും. തിരുവാങ്കുളം 20ാം ഡിവിഷനിൽ നിന്നാണ് ഷിബു തിലകൻ ജനവിധി തേടുന്നത്. ഭാര്യ ലേഖ തൊട്ടടുത്ത 19ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. തൃപ്പൂണിത്തുറ നഗരസഭയിലെ 19-20 വാർഡുകളിൽ മത്സരിക്കുന്ന 2 BJP സ്ഥാനാർത്ഥികളാണ് എനിക്കൊപ്പം ഉള്ളത്. മറ്റാരുമല്ല, മലയാളത്തിൻ്റെ പ്രിയ നടൻ തിലകൻ്റെ മകൻ ഷിബു തിലകനും ഭാര്യ ലേഖ ആർ നായരുമാണ് എനിക്കൊപ്പം ചേരുന്നത്. BJP സ്ഥാനാർത്ഥിയാണ് 19ാം വാർഡിൽ തൃപ്പൂണിത്തുറ. അല്ല, ഞാൻ 20ലാണ് മത്സരിക്കുന്നത്. 20ാം വാർഡ്, തൃപ്പൂണിത്തുറയിൽ 20ാം വാർഡാണ്. ഭാര്യയാണ് 19 മത്സരിക്കുന്നത്. അത് വനിതാ വാർഡാണ്, ഇത് ജനറൽ വാർഡാണ്. അപ്പോൾ നമ്മൾ തിരുവാങ്കുളം ജംഗ്ഷനൊക്കെ ഉൾപ്പെടുന്ന ഒരു പഞ്ചായത്ത്, പഴയ തിരുവാങ്കുളം പഞ്ചായത്ത് ഓഫീസ് മുതൽ ചോറ്റാങ്കര പഞ്ചായത്തിൻ്റെ അതിർത്തി വരെയുള്ള റോഡിൻ്റെ, നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ റോഡിൻ്റെ വടക്ക് വശത്ത് ഉള്ള ഭാഗമാണ് ഇത് വരുന്നത്. ആദ്യമായിട്ടാണ് മത്സരം? അല്ല, ഞാനിത് കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നു. കഴിഞ്ഞ തവണ പിന്നെ ചക്കുപറമ്പ് എന്ന് പറഞ്ഞ വാർഡുണ്ട്, അത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് റോഡിൻ്റെ, അവിടെ മത്സരിച്ചിരുന്നു. അന്നൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒന്നും കാര്യമായിട്ടുള്ള പ്രാതിനിധ്യമൊന്നും ഇല്ല. നമ്മൾ പ്രവർത്തനം വളരെ കുറവുള്ള ചില ഏരിയകളാണ്. ഈ വാർഡാണെങ്കിലും അതെ, ആ വാർഡാണെങ്കിലും അതാണ്. പക്ഷേ ഈ 5 കൊല്ലം കൊണ്ട് അതിലൊക്കെ കുറച്ചും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ പൊതുവേ നമ്മൾ ജനങ്ങളോട് നമ്മൾ സംവദിക്കുമ്പോൾ ജനങ്ങളുടെ ഉള്ളിലും നമ്മൾ വരണം എന്നൊരു ആഗ്രഹം അവർക്ക് ഉണ്ട്. പക്ഷേ അത് തുറന്ന് പറയാൻ ചിലർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ ഈ ഭാരതത്തിൽ നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ കേരളത്തിലും അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലൊക്കെ അതുപോലെ പുരോഗതി ഉണ്ടാവണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം അത് നമുക്ക് ഗുണം ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തിലകൻ്റെ മകനെന്ന് പറയുന്ന ഒരു പരിഗണന വോട്ടർമാർക്കിടയിലുണ്ടോ? ഞാനവിടെ കഴിഞ്ഞ 45 വർഷമായിട്ട് അവിടെ താമസിക്കുന്ന സ്ഥലമാണ്. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ മുതൽ ഞാനവിടെ താമസിക്കുന്നതാണ്. ഞാൻ ജനിച്ചത് തൃപ്പൂണിത്തുറയാണ്. പക്ഷേ ആ കാലത്ത് ഞങ്ങൾ അച്ഛൻ്റെ നാട്ടിലായിരുന്നു കുറച്ച് നാൾ ജീവിച്ചിരുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ ഒന്ന് സെറ്റിലായിട്ട് പിന്നെ ഇവിടെ താമസിക്കുന്നു. ഈ ഒരു ആൾക്കാരൊക്കെ ഞാൻ നേരിട്ട് അറിയുന്നതും എനിക്ക് കണ്ടുപരിചയമുള്ളവരൊക്കെ തന്നെയാണ്. നമ്മളിപ്പോഴും യാത്ര ചെയ്യുന്ന വഴിയാണ്. പിന്നെ ആളുകൾക്ക് ആ ഒരു സ്നേഹമാണ്. അച്ഛനോട് ഭയങ്കരമായ സ്നേഹമുണ്ട്. നമ്മളിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോഴും ചിലപ്പോൾ അത് വോട്ടായിക്കൊള്ളണമെന്നില്ല, അത് വേറെ കാര്യമാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ തിലകൻ്റെ മകനാന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര കാര്യമായിട്ട് നമ്മൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അവർക്കൊരു രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ചെയ്യും, ഇല്ലെങ്കിൽ അവർ പറയും. പക്ഷേ ഈ പ്രാവശ്യം അതൊക്കെ മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പ്രാവശ്യം ഞാൻ പല വീടുകളും കയറിയപ്പോഴത്തേക്കും അവരുടെ ഒരു അപ്രോച്ചും അവർ നമ്മുടെ സംവദിക്കുന്ന രീതികൾ കാണുമ്പോഴത്തേക്കും അവർക്കും ഒരു ആഗ്രഹമുണ്ട് തൃപ്പൂണിത്തുറയ്ക്ക് ഒരു മാറ്റം വരണം. കാരണം ഞാൻ പറയാൻ കാരണം തൃപ്പൂണിത്തുറ ഞാൻ ജനിച്ചൊരു സ്ഥലമാണ്. ഞാൻ കഴിഞ്ഞ ഒരു 45 വർഷമായിട്ട് തൃപ്പൂണിത്തുറ സ്ഥിരമായിട്ട് വരികയും സഞ്ചരിക്കുകയും ചെയ്യുന്നു. തൃപ്പൂണിത്തുറ കാര്യമായ മാറ്റമൊന്നും ഞാനൊരു ഇത്രയും കാലത്തെ ഇതിൽ കണ്ടിട്ടില്ല. ഈ ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും കൂടുതലും ഭരിച്ചിരിക്കുന്ന ഇടത് മുന്നണി തന്നെയാണ്. അവർ ശരിക്കും ഒരു പിന്തിരിപ്പൻ മൂരാച്ചി നയങ്ങൾ നടപ്പിലാക്കി ജനങ്ങളെ പുറത്തോട്ടടിപ്പിക്കുന്ന ഒരു രീതിയാണ് അവർ നടക്കുന്നത്. അവർക്ക് അവരുടെ രാഷ്ട്രീയം, അവരുടെ എന്താ പറയുക, അത് വളർത്തിക്കൊണ്ടുവരിക എന്നല്ലാണ്ട് സമൂഹത്തിന് നന്മ ഉണ്ടാവണം, സമൂഹം വളരണമെന്നൊന്നും അവർക്ക് ചിന്തില്ല. സമൂഹം തളർന്നു കിടന്നെങ്കിൽ മാത്രമേ അവർക്ക് നേട്ടമുള്ളൂ എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. അപ്പോൾ അത് മാറണമെന്നുണ്ടെങ്കിൽ BJP തന്നെ ഇപ്പോൾ വരണം. വേറെ ഇപ്പം UDF കൊണ്ട് സാധിക്കില്ല, LDF കൊണ്ട് സാധിക്കില്ല. BJP വന്നാൽ നല്ല സമഗ്രമായ, ആരും പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റം അടുത്ത 5 കൊല്ലം കൊണ്ട് തൃപ്പൂണിത്തുറയ്ക്ക് മാത്രമല്ല കേരളത്തിൽ എവിടെ BJP ഞങ്ങൾ ജയിപ്പിച്ചാലും അവിടെ എല്ലാം മാറ്റം വരും. അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്താ ചെയ്യുന്നത്? ഞാൻ നേരത്തെ ബിസിനസ്സായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ അതിനുശേഷം അച്ഛൻ്റെ ഒരു അവസാന കാലത്തൊക്കെ ആയപ്പോഴത്തേക്കും സിനിമയിൽ കുറച്ച് അച്ഛനോട് സംസാരിച്ചപ്പോൾ ആദ്യകാലത്തൊക്കെ അച്ഛൻ വലിയൊരു പ്രതിഭയായതുകൊണ്ട് നമുക്ക് ചെന്നിട്ട് അഭിനയിക്കാൻ ഒരു മടിയായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ ചെയ്യുന്ന മോശമായി കഴിഞ്ഞാൽ എൻ്റെ ചീത്തപ്പേർ അച്ഛനാണല്ലോ വരുന്നത്. പക്ഷേ പിന്നീട് വൈഫ് പറഞ്ഞു ചേട്ടൻ ശ്രമിച്ചു നോക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അച്ഛനോട് പറഞ്ഞ് അച്ഛൻ്റെ ഒപ്പം 1-2 പടത്തിലൊക്കെ ചെയ്തു. അപ്പോൾ അച്ഛനും കുഴപ്പമില്ലാത്തൊരു പറഞ്ഞാണ് അങ്ങനെ ചെറിയ സിനിമയിലും ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ആളായിട്ട് മാറാൻ സാധിച്ചിട്ടില്ല. അതിന് സമയം ഇനിയുണ്ടല്ലോ, വരുമ്പോൾ നമുക്ക് വിചാരിക്കുന്നു. അതെ, വനിതാ വാർഡാണ്. ആദ്യമായിട്ടാണോ മത്സരരംഗത്ത്? ആദ്യമായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. അതിൻ്റേതായ എല്ലാ ടെൻഷനും സന്തോഷവും ഉണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ പദ്ധതികളെക്കുറിച്ചും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഞാൻ താമസിക്കുന്ന ആ വാർഡിൽ പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. എന്താണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത്, എന്തെല്ലാം ഓപ്ഷനുകളുണ്ട് നമുക്കെന്നുള്ളത്. വീടില്ലാത്തവർ അവിടെയൊക്കെ ഉണ്ട്, വീട് ഇല്ലാത്തവരൊക്കെ ഉണ്ട് ഞങ്ങളുടെ വാർഡിൽ. പക്ഷേ അവർക്കൊന്നും ലൈഫ് പദ്ധതിയെക്കുറിച്ച് മാത്രം അറിയാം. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അറിയില്ല. അപ്പോൾ അതെല്ലാം അവരിലേക്ക് എത്തിക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. അതാണ്. ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കും.